നമ്മളൊരു സിക്കായിട്ട് കിടക്കുമ്പോൾ, രോഗിയായിട്ട് അല്ലെങ്കിൽ എന്താണ് ദുഃഖകരമായിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ അറിയാതിരുന്ന കാലത്ത് ഞാൻ ആഗ്രഹിച്ചു ഇന്ന വ്യക്തി എന്റെ അടുക്കൽ വന്ന് അല്പനേരം ഒന്ന് ഇരുന്നിരുന്നുവെങ്കിൽ, ഇന്ന വ്യക്തി എന്നോട് ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ആ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം, സാമീപ്യം നമ്മൾ കൊതിച്ചിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനെയല്ല. ആ വ്യക്തി നമ്മുടെ അടുക്കൽ വന്നാലും അവൻ അല്പനേരം ഇരുന്നിട്ട് അവൻ പറയും, സഹോദരൻ ഞാൻ പോകട്ടെ, അല്പം തിരക്കുണ്ട്. അവന്റെ സ്വന്തം ഗ്രഹകാര്യവും വീട്ടുകാര്യവും മറ്റ് ബിസിനസ് കാര്യങ്ങളായിട്ട് അവനെന്താണ്, ഇവൻ എന്റെ കൂട്ടുകാരനാണല്ലോ, ഇവൻ എന്റെ സ്നേഹിതനാണല്ലോ, ഞാൻ പോകാതിരുന്നാൽ അത് മോശമല്ലേ എന്നുള്ള രീതിയിലാണ് പലരും നമ്മുടെ അടുക്കൽ വരുന്നത്. നമ്മൾ അത് ചിന്തിക്കണം. നമ്മൾ എന്താണ്, നമ്മുടെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാല് ആ വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആ സ്നേഹം കൊണ്ടല്ല, അതെന്റെ കൂട്ടുകാരനല്ലയോ, അവന്റെ മോടെ കല്യാണത്തിന് പോയില്ലെങ്കിൽ മോശമല്ലേ, ഈ ഒരു ചിന്തയിൽ കൊണ്ടാണ് പലരും വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന്ന് വിഭിന്നമാണ്, വ്യത്യസ്തമാണ് യേശുക്രിസ്തുവിനുള്ള നമ്മളോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം.